ഒരു ചോദ്യം ഒറ്റ ഉത്തരം. ഇടുക്കിയിലെ വനം വന്യമൃഗാക്രമണങ്ങളും വനംവകുപ്പിന്റെ നിലപാടുകളും എക്കാലവും വിവാദ ചർച്ചയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യവുമായി സന്ദീപ് രാജക്കാട് ചേരുന്നു. നമ്മൾ വീണ്ടും ഇന്ന് എത്തിയിരിക്കുകയാണ് ഒരു ചോദ്യത്തിനുള്ള ഉത്തരം തേടി. നമുക്കറിയാം, ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വലിയ വിവാദമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് ഇടുക്കി ജില്ലയിൽ അനുദിനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വന്യജീവി ആക്രമണങ്ങൾ. ഒപ്പം തന്നെ ഈ വനഭൂമിയിൽ നിന്നും വനഭൂമിയുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി വനംവകുപ്പ് നീക്കം നടത്തുന്നു, വലിയ പ്രതിസന്ധി അനുഭവിക്കുന്നു. അതിനിടയിൽ ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഒരു വലിയ നീക്കവുമായി പോയിരിക്കുന്നു. ചരിത്രത്തിൽ ആദ്യമായിട്ട് കേന്ദ്ര നിയമം വന്യജീവി നിയമം ഭേദഗതി ചെയ്യാൻ വേണ്ടി ഒരു സംസ്ഥാന സർക്കാർ എത്തുന്നു. ആ ഒരു കാര്യത്തിലാണ് നമ്മളിപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത്. കെ ബുൽബേന്ദ്രനാണ്, പരിസ്ഥിതി പ്രവർത്തകനാണ്, ഇടുക്കി ജില്ലയിലെ മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ കോർഡിനേഷൻ കമ്മിറ്റി അംഗം കൂടിയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടമായ വളരെ സിമ്പിളായി ചോദിച്ചു കഴിഞ്ഞാൽ, ഇടുക്കി ജില്ലയിൽ വനമേഖലയുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുവാൻ ഇനി സാധിക്കുമോ? രണ്ട്, വനത്തിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ ഇടുക്കി ജില്ലയിലെ വന്യമൃഗശല്യത്തിന് ശാശ്വതമായ പരിഹാരമുണ്ടാകും. മൂന്നാമത്തെ കാര്യമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന ഒരു നിലപാട്. ഈ വന്യമൃഗശല്യത്തിനടക്കം ശാശ്വതമായ പരിഹാരം കാണുന്നതിന് ഒരു നിയമ ഭേദഗതിയിലേക്ക് പോകുന്നു. ഈ കാര്യങ്ങളിൽ താങ്കളുടെ ഒരു നിലപാടുണ്ട്? പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിലും അതുപോലെ കേരളത്തിലെമ്പാടും വനവ്യാപ്തി വർദ്ധിപ്പിച്ചതുകൊണ്ട് വന്യമൃഗശല്യം കുറയില്ല. കാരണം അതിനനുസരിച്ച് തന്നെ വന്യമൃഗങ്ങൾ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നതനുസരിച്ച് അവ പെരുകുകയും കൃഷിയിടത്തിലേക്ക് ഇറങ്ങുകയും ചെയ്യും. അത് കർഷകർക്ക്, ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകും. പിന്നെ ആനുപാതികമായി നോക്കിയാൽ കേരളത്തിൽ വനവ്യാപ്തി ഇതുവരെ കുറഞ്ഞിട്ടില്ല. വനവ്യാപ്തി കൂടുതലാണ് ശരിക്കും പറഞ്ഞാൽ. അതുപോലെ നമ്മുടെ ബഹുമാനപ്പെട്ട സർക്കാർ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ വന്യജീവി നിയമം ഭേദഗതി ചെയ്തുകൊണ്ട് ഒരു പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. ഇത് നിയമസഭ കൂടി പാസ്സാക്കുന്ന രീതിയിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യും. കാരണം ഇവിടുത്തെ കർഷകർ വന്യജീവികളുടെ ശല്യം നിമിത്തം കൃഷിയിടത്തിൽ നിന്ന് തന്നെ കർഷകർ പലായനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. പ്രത്യേകിച്ച് പന്നി, കുരങ്ങ്. ഇത് കാരണം അതായത് മനുഷ്യന് തിന്നാനുതകുന്ന യാതൊരു കൃഷിയും അവന് ജീവിക്കാൻ വേണ്ടത് കൃഷി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പം കേരള സർക്കാർ ഇപ്പോൾ ഈ എടുത്ത സ്റ്റെപ്പ് ഞാൻ പൂർണ്ണമായിട്ടും അതിനോട് യോജിക്കുകയാണ്. കാരണം ഒരു സൈഡിൽ കൂടെ ആനയുടെ ശല്യം, കൃഷി ചെയ്യുന്നത് അടിയിൽ കൂടെ വന്നിട്ട് പന്നി, കുരങ്ങ് നശിപ്പിച്ച് കളയുന്നു. അപ്പോൾ കർഷകർ ശരിക്കും പൊറുതി മുട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഈ സർക്കാർ എടുത്ത ഈ വന്യജീവി നിയമ ഭേദഗതി പാസ്സാക്കിയതിനെ ഞാൻ പൂർണ്ണമായും യോജിക്കുന്നു. ജനങ്ങളും അത് അംഗീകരിക്കുമെന്ന് വിശ്വസിക്കുന്നു. എന്തായിരുന്നാലും അത്തരത്തിലാണ്. അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ നിന്ന് വളരെ വ്യക്തമാണ്. ഒരു പരിസ്ഥിതി പ്രവർത്തകൻ കൂടിയാണ് അദ്ദേഹം. നിരവധിയായ വിഷയങ്ങളിൽ ഇടപെടുന്നതാണ്. അദ്ദേഹമാണ് പറയുന്നത്, വനവ്യാപ്തി വർദ്ധിപ്പിച്ചതുകൊണ്ട് മാത്രം ഒരിക്കലും വന്യജീവി വിഷയത്തിൽ വന്യജീവി ആക്രമണങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം ഉണ്ടാകുകയേയില്ല എന്ന് പറഞ്ഞാൽ, ഈ വന്യജീവി ആക്റ്റിൽ ഭേദഗതി ഉണ്ടായാൽ കുറേയൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ കഴിയും. അതിന് കേരളം എടുത്തിരിക്കുന്ന ഒരു എഫേർട്ടിനെ അദ്ദേഹം അംഗീകരിക്കുകയാണ്. മറ്റൊന്ന്, ഈ കാട്ടുപന്നി അടക്കമുള്ള വിഷയങ്ങളിലും സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന നിലപാടുകളോട് യോജിക്കുകയാണെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു ചോദ്യവുമായി മറ്റൊരാളെ തേടി നമുക്ക് യാത്ര തുടങ്ങാം. ക്യാമറമാൻ ഗോകുൽ മധുവിനൊപ്പം സന്ദീപ് രാജാക്കാട്, സിറ്റി വിഷൻ.